ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ, മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ, മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഗോൽഗോഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ ഒരുമയോടർപ്പിച്ചിടാം ഈ ബലിവേദിയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞത് ബുധനാഴ്ച ദിവസമായി ഇന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഈ ദിനത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഔസേപ്പ് പിതാവ് വഴി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധമായ സുവിശേഷത്തിൽ 11-ാം മണിക്കൂറും ജോലിക്ക് വന്ന മനുഷ്യന് തുല്യമായ വേദന നൽകുന്ന ദൈവം, പ്രത്യേകിച്ച് തൻ്റെ മുദ്രത്തോടത്തിലേക്ക് അതിരാവിലെ ജോലി കൊള്ളിക്കുന്ന യജമാനൻ. അതിരാവിലെയും രാവിലെ 9 മണിക്കും 12 മണിക്കും തിരിഞ്ഞ് 3 മണിക്കും വൈകുന്നേരം ജോലി നിർത്തി 1 മണിക്കൂർ മുമ്പും സ്ഥലത്ത് പോയി ജോലിക്കാരെ വിളിക്കുന്നു. അവരെല്ലാവരും പറയുന്നു, നിങ്ങൾക്ക് 1 ദിനാറ് ജോലിയുടെ വേതനമായി നൽകണം. നമ്മളൊരേ അത് വാങ്ങിക്കുമ്പോൾ ആദ്യം ലഭിച്ചവർ പറയുന്നു, ഞങ്ങൾക്ക് അധികം ലഭിക്കുമായിരിക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ പ്രതിവർത്തി. എന്നാൽ അവർക്കും 1 ദിനാറ് കിട്ടിയാണ്. അവർ മനസ്സിൽ പ്രതിവർക്കുകയാണ്, ഈ യജമാനൻ ആദ്യം വന്നവർ ഞങ്ങളെ അവസാനം വന്നവരുമായി താരതമ്യപ്പെടുത്തിയിരുന്നു. യജമാനൻ പറയുന്നു, സ്നേഹിത, ഞാൻ നിന്നോട് 1 കൽപ്പന ലംഘിച്ചത്, നിന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിറവേറ്റും. നമ്മുടെ ജീവിതത്തിൽ പ്രകാരമായിരിക്കണം പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നവർ. അവർ ഏത് മണിക്കൂറും ഏത് സമയത്തും മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധരായിരിക്കണം. ഒരാളെ സ്വർഗത്തിലേക്ക് അവസാന നിമിഷമാണെങ്കിൽ പോലും രക്ഷിക്കുവാനുള്ള കൃപ നമുക്കുണ്ട്. നമ്മുടെ മക്കളെ, കുടുംബത്തെ എല്ലാവരെയും ദൈവികമായ സന്നിധിയിൽ സമർപ്പിച്ച് ബലിയർപ്പിക്കണം. ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അന്തപ്പൻ കളത്തിപ്പറമ്പിൽ, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മരം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ ജോസ്, ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനാസഹായി ആവശ്യപ്പെട്ടിരിക്കുന്ന വിൻസെൻ്റ് എന്ന വ്യക്തിയെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ദിവസം പ്രത്യേകിച്ച് പ്രാർത്ഥനാസഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ബെന്നിന് വേണ്ടി, കോൾവേ, അക്ഷയ്, അഭിഷേക്, അച്ഛൻ, മക്കളെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാര്യങ്ങൾക്കൊപ്പം തെറ്റുകൾ, പാപങ്ങൾ ഒരുമിച്ച് ഏറ്റുമില്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയത്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകെയാണ്. ജനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
കർത്താവേ കനിയണമേ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിനെയും അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ. വിശുദ്ധ പിതാവിൻ്റെ മാതൃകയാലും മധ്യസ്ഥയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും അനുഗ്രഹിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 34-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നില്ല. മുറിവേറ്റതിനെ വെച്ച് കിട്ടുകയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിനെ ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഒന്നുകൂടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും പൂർവ്വസ്വരവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വീഴ്ചതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്തു. സ്വർഗരാജ്യം തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമൻ സദൃശ്യമാണ്. ദിവസം 1 ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവനവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു.
3-ാം മണിക്കൂറിലും അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നവർ. അവർ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തിറങ്ങിയപ്പോൾ അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവനും അലസരായി നിൽക്കുന്ന എന്ത്? ഞങ്ങൾ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർ തുടങ്ങി ആദ്യം വന്നവർക്ക് കൂലി കൊടുക്കാം. 11-ാം മണിക്കൂറിൽ വന്നവർക്കും ഓരോ ദിനാർ ലഭിച്ചു. തങ്ങൾ കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാർ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥരെ പിന്തുണച്ചു. അവസാനം വന്ന ഇവർ 1 മണിക്കൂർ ജോലി ചെയ്തു. എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂട് സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയില്ല. അവൻ അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. അവൻ വസ്തുവകളും എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല. ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? പ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെ ഉറവിടമായ ദൈവമേ, വിശുദ്ധ പിതാവിന്റെ ഓർമ്മയാഘോഷിച്ചു അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കടാക്ഷിക്കണമേ. പരിശുദ്ധമായ ബലിയർപ്പണം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാൻ കാരുണ്യവരും സഹായിക്കുക. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങുമെന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കും. വിശുദ്ധ പിതാവിന്റെ സ്വർഗീയമായ സുദിനത്തിൽ അങ്ങേക്കു ഞങ്ങൾ
നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകും അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ചാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയത് നീതിമാനും വിശുദ്ധനും വിശ്വസ്തനും വിവേകിയുമായ വിശുദ്ധ പിതാവിനെ തന്നെ അങ്ങയെ തിരുക്കുടുംബത്തിന്റെ നാഥനായവരോ ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് എളിമയോടുകൂടി ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹി വിണ്ടലും അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. ദൈവമേ ദൈവമേ പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ് ഇത്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്താൻ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നാച്ചിരുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയിൽ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ പുത്രന്മാരും, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയും സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കുന്നത് ദൈവം ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകും. ഈ എളിയവരായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയക്കും ആ കന്യയുടെ ഭർത്താവ് സാർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായി ഔസേപ്പിനാവുന്നു. അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ മഹിമയും ആരാധനയും രക്ഷാകരമായ കൽപ്പനകൾ അനുബോധന ദിവ്യോപദേശാൽ ഒരുവൽക്കായി ഏറ്റുമില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെയും പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ശിക്ഷിക്കണമേ. കർത്താവില്ലാ തിന്മകളും മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാസം ഞങ്ങൾ യേശുവിനായ ക്രിസ്തുവിനെ ആഗമന പ്രതീക്ഷവും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ പാപങ്ങളിൽ പിടിയോ അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണം എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ദിവ്യ കുഞ്ഞാട് പേരിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ പാടത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരിക്കണം.
നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ കർത്താവേ, സ്വർഗീയ ബോധത്താൽ സന്തുഷ്ടരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ പിതാവിന്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിന്റെ ലക്ഷ്യം ഞങ്ങളെ ഹൃദയങ്ങളിൽ വർത്തിച്ച് ശാശ്വതമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ കൃപ നൽകിയാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണം. കർത്താവ് നിങ്ങളോടും അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സർവേശ്വരൂപി പാലകൻ കൈവേല ചെയ്തു നീ വന്നിതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവദേവത്തെയും തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്ത പിതാവ് ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ യേശു പിതാവിനെ കുടുംബങ്ങൾ സംരക്ഷിക്കും തൊഴിലാളികളെ മാതൃകയും നന്മയുടെ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയിരുന്നു. ഈ വിശുദ്ധന്റെ യോഗ്യത അനുസരിച്ച് എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ നിയോഗങ്ങളും യേശുപിതാവിനെ സമർപ്പിച്ചേറ്റുമെല്ലാം ഭാഗ്യപ്പെട്ട പിതാവേ, ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ശരണം ആശ്രയം ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ഭാഗ്യമരണം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകൾ ഞങ്ങൾക്ക് ഒപ്പി കണ്ണുകളിച്ച് പരിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം. ഏറ്റവും ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ ഞങ്ങൾക്ക് നേടിത്തരണം. മനുഷ്യവതരം ചെയ്ത ദൈവത്തിന്റെ കാവൽക്കാരൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനുപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാവങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യും ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം.
തിരുസഭയുടെ പാലകനായ പിതാവേ സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവേ എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം വരണമേ. അങ്ങേ സ്രോതനെ പോലെ ഭൂമിയിലുമാകണമേ. അതുകൊണ്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണം. ഗ്രഹിക്കപ്പെടവളാകും അങ്ങയുടെ ഫലമായി ഗ്രഹിക്കപ്പെടവളാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്ദ്രനോട് ഉപേക്ഷിച്ചു അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കുക. ആമേൻ. ദൈവത്തിൻ തിരുസുധനെ ഓട്ടി വളർത്തിയ കാഥ പിച്ചുകിടാങ്ങള ഞങ്ങളനാദര എഴുതി കണ്ണീരിക്കാവരെ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണമേ. 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 ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. 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 രോഗികളുടെ ആശ്രയം ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. പാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണം. ദൈവദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ മനസ്സായ ദൈവമേ, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങളെ വണങ്ങുന്ന വിശുദ്ധ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കും കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവേണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലാപങ്ങൾ പ്രകൃതിയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശങ്ങൾക്ക് ആശ്വാസമായ ദൈവം അങ്ങേ പുത്രന്റെ വളർത്ത പിതാവ് പിതാവിന്റെ മധ്യസ്ഥരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവർക്കും ദേശമാതൃ സ്വർഗീയാനുഗ്രഹം ശാരീരികാനുഗ്രഹം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാണ്. ഏറ്റവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരാമോസ്തിയേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവ
ദിവസം ഞങ്ങൾക്ക് നൽകിയ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെ, എല്ലാ അയൽവാസികളെയും ഞങ്ങളുമായി ഇടപെടുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ തിരുനടയിൽ ആരാധനായിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്ന ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം നന്ദി പറയുന്ന ഈശോയെ, സങ്കടങ്ങൾ എടുത്തുമാൻ ഈശോയെ, പ്രയാസങ്ങൾ എടുത്തുമാൻ ഈശോയെ, ഞങ്ങളുടെ ജോലി മേഖലയിൽ ശക്തിപ്പെടുന്ന ഈശോയെ, സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, അതിലേറെ ആത്മീയവും ശാരീരികമായ കൃപകൾ നൽകിയ ഈശോയെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. എല്ലാവരും ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. കർത്താവിന്റെ ദാനങ്ങളും കർത്താവിന്റെ കൃപകള് കർത്താവിന്റെ ഐശ്വര്യങ്ങള് എല്ലാ മക്കളിലേക്കും ഭക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആരെല്ലാമാണ് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ആരെല്ലാമാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്? അവരെല്ലാം ഈശോയെ സ്പർശിക്കണമേ. കർത്താവേ, രോഗികളായ എല്ലാ മക്കളെ, ക്യാൻസർ രോഗികള്, കിഡ്നി രോഗികള്, ഹൃദ്രോഗികള്, ബ്രേസ്റ്റ് വായിച്ചവരെ, ഇന്ന് ഓപ്പറേഷൻ വിധേയമാകുക എല്ലാവരെയും, കൈകാലുകൾ വേദനവരെ, ഒട്ടുവേദനിക്കുന്നവരെ, നടക്കാൻ പ്രയാസമുള്ളവരെ, കിടപ്പിലായി പോയവരെ കർത്താവേ സ്പർശിക്കണമേ. വിഷമിക്കുന്ന ദമ്പതികളെ കരുണയായിരിക്കണമേ. വിവാഹത്തിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ, പരീക്ഷയ്ക്ക് അഡ്മിഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് സ്ത്രീകളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും ഈശോയെ പറയുന്നല്ലോ, അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് വിളിക്കുന്ന ദാസന്മാർ വന്ന് അവർ ഒരു ദിനാറിക്ക് ജോലി ചെയ്യുന്നു. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി. എല്ലാവർക്കും ഒരു ദിനാർ നൽകി. അവസാനം വന്ന വ്യക്തിക്കും ഒരു ദിനാർ നൽകി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കാരുണ്യം ഓർക്കുക. എല്ലാവരോടും ഈശോ കർത്താവ് ഏത് നിമിഷത്തിലും ഈശോയെ വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുന്നു. അവനിപ്പോൾ മാത്രമേ വിളിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താതെ എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും ഗ്രഹിക്കപ്പെടണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഈശോയെ ഞങ്ങളുടെ മേൽക്കൃപ ചൊരിയണമേ. ഞങ്ങൾ അനുഗ്രഹിക്കുക ഈശോയെ, അനുഗ്രഹിക്കുക ഈശോയെ. എല്ലാ മക്കളെയും സങ്കടങ്ങള്, വേദനകള്, ദുഃഖങ്ങള് ഏറ്റെടുക്കുക ഈശോയെ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയുണ്ട്. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും. സ്തുതിപരം ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വളർത്തുകാരനേ, മേരി ജന്മിരത്ത കാന്തനേ,